നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 15, 2025 ബുധൻ. അങ്ങനെ തുടർച്ചയായി 2 ട്രേഡിംഗ് സെക്ഷനിലുണ്ടായ നഷ്ടത്തിനു ശേഷം ഇന്ന് നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ തിരിച്ചുവരവാണ് നടത്തുവാൻ സാധിക്കുകയുണ്ടായത്. മാത്രമല്ല, നിഫ്റ്റിക്ക് കഴിഞ്ഞ മാസം സെപ്റ്റംബർ 19 ശേഷം ഇതാദ്യമായിട്ടാണ് 25,300 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായത്. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചത്, ഇന്ത്യൻ രൂപയുടെ ശക്തമായ പ്രകടനം തുടങ്ങി പ്രധാനമായും 6 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ തിരിച്ചുവരവ് നടത്തുവാൻ സാധിക്കുകയുണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസീസിലും ചെറിയ ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. തുടർന്ന് അതേസമയം നിഫ്റ്റിക്ക് ഇന്ന് 25,159 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുവാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല, ഇന്നത്തെ ശക്തമായ റാലിയെ തുടർന്ന് നിഫ്റ്റിക്ക് 25,365 എന്ന ലെവലിൽ നിന്നും റെസിസ്റ്റൻസും നേരിടുകയുണ്ടായി. തൽഫലമായി 178 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,323 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 575 പോയിന്റുകളുടെ നേട്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 303 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായപ്പോൾ ഫിൻ നിഫ്റ്റിക്ക് 243 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. മാർക്കറ്റിലുണ്ടായ നേട്ടത്തെ തുടർന്ന് NSEയിൽ ഇന്ന് 1,798 കമ്പനികൾ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 1,024 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് എല്ലാ സെക്ടേഴ്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ബജാജ് ഫിൻസർവ്, ബജാജ് ഫൈനാൻസ്, L&T, നെസ്ലെ ഇന്ത്യ, ഏഷ്യൻ പെയിന്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഇൻഫോസിസ്, ടാറ്റ മോട്ടോഴ്സ്, ആക്സിസ് ബാങ്ക്, ടെക് മഹേന്ദ്ര, കൊട്ടക് മഹേന്ദ്ര ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ റിയാലിറ്റി മേഖലയ്ക്ക് 3% നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായി, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷയെ തുടർന്ന്. അതേസമയം പവർ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മെറ്റൽ, ടെലകോം തുടങ്ങിയ മേഖലകൾക്ക് 1% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ബോർഡർ മാർക്കറ്റ്സുകളും ഇന്ന് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിന് 1% നേട്ടവും BSE സ്മോൾ ക്യാപ്പിന് 0.7% നേട്ടവും കൈവരിക്കുവാനായി. പതിവിന് വിപരീതമായിട്ട് ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 72 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 72 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 88.07 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. മാർക്കറ്റ് സമയത്ത് റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുവാനായിട്ട് നമ്മൾ പുതിയ ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് കമന്റ് ബോക്സിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട 6 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ ഇന്നലെ US നടന്ന ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ചിനെ തുടർന്ന് മാർക്കറ്റിൽ ഉടലെടുത്ത ഈ വർഷം തന്നെ ഫെഡിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചത് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ ആഴ്ചയിൽ തുടർച്ചയായി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് 10%-ലേറെ ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്ന് കൂൾ ഓഫ് ആകുന്നതാണ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യ വിക്സ് 5.65% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 10.53 എന്ന ലെവലിലാണ് വ്യാപാരവും അവസാനിപ്പിച്ചത്. ഇന്ന് ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയത് തന്നെയാണ് രണ്ടാമതായി നമ്മുടെ മാർക്കറ്റിനെ സഹായിക്കുകയുണ്ടായത്. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ന് ഇന്ത്യൻ രൂപ കാഴ്ചവെച്ച ശക്തമായ പ്രകടനമാണ് മൂന്നാമതായി ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാന കാരണം. ഇന്നും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അനുഭവപ്പെട്ട ഇടിവ് തന്നെയാണ് നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടാകുന്ന ഇടിവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ അത് ഗ്ലോബൽ മാർക്കറ്റിനും നമ്മുടെ മാർക്കറ്റിനും ഒരുപോലെ തന്നെ ഗുണകരമായിട്ട് മാറി. ശക്തമായ പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് അഞ്ചാമതായി ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സഹായിക്കുകയുണ്ടായത്. US ചൈന ട്രേഡ് ടെൻഷൻസ് നിലനിൽക്കുന്നതിനാൽ ഇന്നലെ ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ച് ഉണ്ടായെങ്കിൽ കൂടിയിട്ടും US മാർക്കറ്റിൽ S&P 500 നാസ്ഡാക്ക് ഒക്കെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. എന്നാൽ ഇന്ന് രാവിലെ നേരിയ നേട്ടത്തിലായിരുന്ന ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്നത്തെ മാർക്കറ്റിലെ ഒട്ടുമിക്ക സമയത്തും അതിശക്തമായ നേട്ടം കൈവരിക്കുന്ന കാഴ്ച ദൃശ്യമായി.
അതുകൂടാതെ ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരത്തിൽ തുടരേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് കൈവരിക്കുവാനായ 2.5% നേട്ടവും ജർമ്മൻ മാർക്കറ്റിന് നേട്ടത്തോടു കൂടി തന്നെ ഇന്ന് വ്യാപാരത്തിൽ തുടരാനായതും മാത്രമല്ല ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്തോനേഷ്യൻ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നതും അവസാനിപ്പിച്ചതും ഇന്ത്യൻ മാർക്കറ്റിനും ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇന്ത്യ US ട്രേഡ് നെഗോസിയേഷനിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഇന്നത്തെ ദിനത്തിലും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമായിട്ട് മാറുകയുണ്ടായത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റെ ഭാഗത്ത് നിന്നും വന്ന സ്റ്റേറ്റ്മെന്റുകൾ അതിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയുണ്ടായി. ഈ ആഴ്ച അവസാനത്തോടുകൂടി വാഷിംഗ്ടണിൽ നിന്നും അമേരിക്കൻ പ്രതിനിധികൾ ന്യൂഡൽഹിയിലേക്ക് എത്തിച്ചേരും താരിഫുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നെഗോസിയേഷൻ നടത്താൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു നടപടിയും നമ്മുടെ മാർക്കറ്റിനെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വെൽസ്പൺ എന്റർപ്രൈസസ് വാരൻസിന്റെ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴി 1000 കോടി രൂപ ഫണ്ട് കമ്പനി റേസ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ. ഓല ഇലക്ട്രിക് വാഹന മേഖലയ്ക്ക് പുറത്തു കടന്ന് ഓല ശക്തി എന്ന് പേര് നൽകിക്കൊണ്ട് പുതിയ ഒരു പ്രോഡക്റ്റ് കമ്പനി നാളെ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ. GR ഇൻഫ്രാ പ്രോജക്ട്സ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന്റെയും ജീവനക്കാരുടെയും വസതികളിലും മാത്രമല്ല കമ്പനിയുടെ പ്രിമീസിസിലും ഇൻകം ടാക്സ് റെയ്ഡ് ഇന്ന് നടത്തുകയുണ്ടായി. തൈറോകെയർ ടെക്നോളജീസ് ശക്തമായ Q2 ഏർണിംഗ്സ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 17% ഉയർച്ച സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായി. ട്രെൻഡ് കമ്പനിയുടെ Q2 ഏർണിംഗ്സ് നവംബർ 7 വെള്ളിയാഴ്ച 2025 റിലീസ് ചെയ്യപ്പെടും. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയെ കേന്ദ്രീകരിച്ചുള്ള പ്രോഡക്റ്റ് എക്സ്പാൻഷൻ പ്ലാനിന്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ ഇയർ 2030 കമ്പനി 45,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. HEG ഗ്രഫൈറ്റ് അനോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് SBIയുടെ ഭാഗത്ത് നിന്നും 1230 കോടി രൂപയുടെ ലോൺ ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.